അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. യൂണിവേഴ്സിൻ്റെ നാഥൻ എന്ന വിഷയത്തെക്കുറിച്ചുള്ള മൂന്നാമത്തെ വീഡിയോ ആണിത്. യൂണിവേഴ്സിൻ്റെ ശക്തി എന്താണ് എന്ന വീഡിയോയുടെ തുടർച്ചയാണ് ഈ മൂന്നാമത്തെ വീഡിയോ. നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഇസ്ലാമികമായി പറഞ്ഞാൽ യൂണിവേഴ്സ് ഒരു സംവിധാനം മാത്രമാണ്. ആ സംവിധാനത്തിലൂടെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. പക്ഷേ എന്ത് നടക്കണം, എപ്പോൾ നടക്കണം, എത്രത്തോളം നടക്കണം എന്നത് യൂണിവേഴ്സ് തീരുമാനിക്കുന്നില്ല. കാരണങ്ങൾ പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന അധികാരവും അതിനില്ല. അതുകൊണ്ടാണ് ചിലപ്പോൾ എല്ലാ കാരണങ്ങളും ഉണ്ടായിട്ടും ഫലം ഉണ്ടാകാതെ പോകുന്നത്. അതുപോലെ തന്നെ ചിലപ്പോൾ കാരണങ്ങൾ അപൂർണമായിട്ടും ഫലമുണ്ടാകുന്നതും കാണാം. അവിടെയാണ് യൂണിവേഴ്സിൻ്റെ പരിമിതിയും അള്ളാഹുവിൻ്റെ അധികാരവും വ്യക്തമായി വെളിവാകുന്നത്. യൂണിവേഴ്സിൻ്റെ ശക്തി യഥാർത്ഥത്തിൽ മനുഷ്യനുള്ള ഒരു പരീക്ഷണമാണ്. മനുഷ്യൻ കാരണങ്ങളെ ദൈവമാക്കുമോ അല്ലെങ്കിൽ കാരണങ്ങളെ സൃഷ്ടിച്ചവനെ തിരിച്ചറിയുമോ എന്ന പരീക്ഷണം. കാരണങ്ങളിൽ മാത്രം ആശ്രയിക്കുന്ന മനുഷ്യൻ നിയന്ത്രണ ഭ്രമത്തിലേക്ക് വീഴും. കാരണങ്ങൾക്കപ്പുറം നിൽക്കുന്ന നാഥനെ തിരിച്ചറിയുന്ന മനുഷ്യൻ ശാന്തതയിലേക്കെത്തും. അതിനാൽ യൂണിവേഴ്സ് ശക്തിയുള്ളതാണ്, പക്ഷേ അതൊരു തീരുമാന കേന്ദ്രമല്ല. അത് നൽകുന്നില്ല, അതിലൂടെ നൽകപ്പെടുന്നു എന്ന് മാത്രം. യൂണിവേഴ്സ് പ്രവർത്തിക്കുന്നു, പക്ഷേ അതിൻ്റെ പ്രവർത്തനം പോലും നിയന്ത്രിക്കപ്പെടുന്നതാണ്. യൂണിവേഴ്സിനെ ദൈവമാക്കുന്നത് സൃഷ്ടിയെ സൃഷ്ടാവിൻ്റെ സ്ഥാനത്ത് വെക്കുന്നതാണ്. യൂണിവേഴ്സിനെ ഒരു സൃഷ്ടിയായി തിരിച്ചറിയുമ്പോഴാണ് വിശ്വാസം ശരിയായ ദിശയിൽ നിലകൊള്ളുന്നത്. മുസ്ലിങ്ങൾ യൂണിവേഴ്സിനെ എങ്ങനെ മനസ്സിലാക്കണമെന്ന് നോക്കാം, എങ്ങനെ ഉപയോഗിക്കണമെന്ന് നോക്കാം. മുസ്ലിങ്ങൾ യൂണിവേഴ്സിനെ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു ദൈവമായി അല്ല, ഒരു സൃഷ്ടിയാണ് എന്ന നിലയിലാണ്. യൂണിവേഴ്സ് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലൊന്നാണ്. വലുതാണ്, സങ്കീർണമാണ്, അത്ഭുതകരമാണ്. എന്നാൽ അതിന് സ്വന്തമായ അധികാരമില്ല. അത് പ്രവർത്തിക്കുന്നത് അതിൽ സ്ഥാപിക്കപ്പെട്ട നിയമങ്ങളിലൂടെയാണ്. ഈ ബോധ്യമാണ് ഒരു മുസ്ലിമിൻ്റെ വിശ്വാസത്തിൻ്റെ അടിത്തറ. യൂണിവേഴ്സിനെ കാണുമ്പോൾ ഒരു മുസ്ലിമിൻ്റെ മനസ്സിൽ ഉയരേണ്ട ചോദ്യം ഇത് എനിക്കെന്ത് തരുന്നു എന്നതല്ല, ഇത് എനിക്ക് ആരെയാണ് കാണിച്ചു തരുന്നത് എന്നതാണ്. സൃഷ്ടി മുസ്ലിമിന് ഒരു ലക്ഷ്യമല്ല, ഒരു അടയാളമാണ്. ആ അടയാളം സൃഷ്ടാവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. യൂണിവേഴ്സിൽ തന്നെ അകപ്പെട്ട് നിൽക്കുമ്പോൾ വിശ്വാസം ദുർബലമാകും. യൂണിവേഴ്സിലൂടെ അള്ളാഹുവിലേക്ക് നോക്കുമ്പോൾ വിശ്വാസം ശക്തമാകും. യൂണിവേഴ്സിനെ ഉപയോഗിക്കുക എന്നത് അതിനോട് ആവശ്യപ്പെടുക എന്നതല്ല, അത് കാരണങ്ങളെ ഉപയോഗിക്കുക എന്നതാണ്. പരിശ്രമം, പദ്ധതിയിടൽ, ശാസ്ത്രം, അറിവ്, സമയം ഇവയെല്ലാം യൂണിവേഴ്സിൻ്റെ സംവിധാനങ്ങളാണ്. ഒരു മുസ്ലിം അവയെ സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും വേണം. പക്ഷേ ഫലം അവയിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്ന ഭ്രമം ഉണ്ടാകരുത്. കാരണങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഫലം ഉണ്ടാകുന്നത് അള്ളാഹുവിൻ്റെ അനുമതിയോടെയാണ്. അതുകൊണ്ടാണ് മുസ്ലിം തൻ്റെ മനസ്സ്, ശരീരം, കഴിവുകൾ എന്നിവ ഉപയോഗിക്കേണ്ടത്. അവയും ഈ സൃഷ്ടിയുടെ ഭാഗമാണ്. മനസ്സിനെ ക്രമപ്പെടുത്തുക, ശീലങ്ങൾ മാറ്റുക, നല്ല രീതിയിൽ ചിന്തിക്കുക, ഇതെല്ലാം ശ്രമത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഈ ശ്രമങ്ങളെ ഒരിക്കലും ദൈവസ്ഥാനത്ത് വെക്കരുത്. ഞാൻ ശരിയായി ചിന്തിച്ചതിനാൽ ഇത് സംഭവിച്ചു എന്ന അഹങ്കാരവും ഞാൻ നെഗറ്റീവായി ചിന്തിച്ചതിനാൽ ഇത് സംഭവിച്ചില്ല എന്ന കുറ്റബോധവും ഇവ രണ്ടും ഇസ്ലാമികമല്ല. ഒന്നാമത്തേത് മനുഷ്യനെ അഹങ്കാരത്തിലേക്കും രണ്ടാമത്തേത് അവനെ സ്വയം കുറ്റപ്പെടുത്തലിലേക്കും നയിക്കും. ഇസ്ലാം മനുഷ്യനെ ഇവ രണ്ടിൽ നിന്നും രക്ഷിക്കുന്നു. യൂണിവേഴ്സിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്ന മുസ്ലിം കാരണങ്ങളെ പിടിച്ചു നിൽക്കുകയും ഹൃദയം അള്ളാഹുവിൽ ഏൽപ്പിക്കുകയും ചെയ്യും. അവൻ വിത്ത് വിതയ്ക്കും, പക്ഷേ മഴയെ നിയന്ത്രിക്കാൻ ശ്രമിക്കില്ല. അവൻ കൃഷി ചെയ്യും, പക്ഷേ വിളവ് ഉറപ്പിച്ചു സംസാരിക്കില്ല. കാരണം അവൻ അറിയുന്നു യൂണിവേഴ്സ് വഴിയാണ് കാര്യങ്ങൾ നടക്കുന്നത്, പക്ഷേ തീരുമാനമെടുക്കുന്നത് അള്ളാഹുവാണ്. യൂണിവേഴ്സിനെ മനസ്സിലാക്കുന്നതിലെ ഏറ്റവും വലിയ പിഴവ് നിയന്ത്രണ ഭ്രമമാണ്. എല്ലാം എൻ്റെ കയ്യിലാണെന്ന് കരുതുന്നിടത്താണ് മനുഷ്യൻ തളരുന്നത്. എല്ലാം അള്ളാഹുവിൻ്റെ കയ്യിലാണെന്ന് തിരിച്ചറിയുന്നിടത്താണ് മനുഷ്യൻ ശക്തനാകുന്നത്, ശാന്തനാകുന്നത്. മുസ്ലിം യൂണിവേഴ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നില്ല. അവൻ യൂണിവേഴ്സിലൂടെ പ്രവർത്തിക്കുന്ന നാഥനെ വിശ്വസിക്കുന്നു. അതിനാൽ മുസ്ലിമിൻ്റെ നിലപാട് വ്യക്തമാണ്.
യൂണിവേഴ്സ് അവൻ്റെ ആരാധ്യ വസ്തുവല്ല, ഉപേക്ഷിക്കേണ്ടതുമല്ല. അത് ഉപയോഗിക്കേണ്ട ഒരു സംവിധാനം മാത്രമാണ്, ആശ്രയിക്കേണ്ട ഒരു ദൈവമല്ല. യൂണിവേഴ്സിനെ അതിൻ്റെ സ്ഥാനത്ത് വെക്കുമ്പോൾ വിശ്വാസവും അതിൻ്റെ സ്ഥാനത്ത് തന്നെ നിലകൊള്ളും. ഈ വീഡിയോ പരമ്പരയുടെ തുടർച്ച ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഞങ്ങളുടെ ഇസ്ലാമിക് മൈൻഡ് സെറ്റ് എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുള്ളവർക്ക് നമ്പർ കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. ദിവസവും ഇസ്ലാമികമായ മെസ്സേജുകൾ ഈ ഗ്രൂപ്പിലൂടെ പങ്കുവെക്കുന്നതാണ്.